ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ സ്റ്റഡി വിത്ത് മ്യൂസിക്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ +1-നും +2-നും ഇപ്പോൾ എക്സാം നടന്നുകൊണ്ടിരിക്കുക. അപ്പം നമുക്ക് +2കാർക്ക് മൺഡേ വരുമ്പം ബയോളജിയാണ്. അപ്പം +1-ന് ഇനിയും ബയോളജിയും ഫിസിക്സും ഒക്കെയാണ്. നമുക്കിനി ബയോളജിയും സെക്കൻഡ് ലാംഗ്വേജ് ഇംഗ്ലീഷ്. അപ്പം നമ്മുടെ കാര്യത്തിൽ ഇനി മൺഡേയിലത്തെ 11 ചാപ്റ്റേഴ്സാണ് ഉള്ളത്. അതിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്, ഹ്യൂമൻ റീപ്രൊഡക്ഷൻ, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ്, മോളിക്കുലർ ബേസിസ്, ഇവല്യൂഷൻ, ഹ്യൂമൻ ഹെൽത്ത്, മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ, ബയോടെക്നോളജിയുടെ 2 ചാപ്റ്റർ, ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ. അപ്പം +1കാരോടാണ് പറയുന്നത്. അപ്പം നിങ്ങൾ ഏതൊരെണ്ണം പഠിക്കും, ഏത് ഒരു സബ്ജക്റ്റ് പഠിക്കുവാണെങ്കിലും അതിലെ ചാപ്റ്റേഴ്സിനെ നിങ്ങളാദ്യം ഈസി, മീഡിയം, ടഫ് എന്നുള്ള രീതിയിൽ ക്ലാസിഫൈ ചെയ്യണം. അപ്പോൾ എനിക്കിതിനകത്ത് ഈസി എന്ന് തോന്നുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷൻ, ഹ്യൂമൻ റീപ്രൊഡക്ഷൻ, അതുപോലെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ. എനിക്ക് ഇത്രയാണ് ഈസി, എനിക്ക് അത്യാവശ്യം അറിയാമെന്ന് തോന്നുന്നത്. പക്ഷേ അതേസമയം മീഡിയമായിട്ട് തോന്നുന്നത് എവല്യൂഷൻ, ഹ്യൂമൻ ഹെൽത്ത്, മൈക്രോബ്സ് ഒക്കെയാണ്. ടഫ് എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ്, മോളിക്കുലർ ബേസിസ്, അതുപോലെ ബയോടെക്നോളജിയുടെ 2 ചാപ്റ്റർ. എനിക്കതെന്താണെന്ന് അറിയത്തില്ല, ആ 2 ചാപ്റ്റർ പഠിച്ചിട്ട് മനസ്സിലാവുന്നില്ല ബയോടെക്നോളജി. അപ്പം എനിക്ക് അത്രയാണ് ടഫായിട്ട് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ 2 ദിവസം ബാക്കിയുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ വൈകിട്ട് 4 മണിക്കായിരിക്കുമല്ലോ വീഡിയോ ഇടുന്നത്. അപ്പോൾ 2 ദിവസം ഇല്ല, ഇനി ഒരു ദിവസം ഒരു രാത്രിയുണ്ട്. അപ്പം നിങ്ങൾക്ക് അത്രയും സമയം ബാക്കിയുണ്ട്. അപ്പം ആദ്യം ടഫായിട്ടുള്ള ചാപ്റ്റേഴ്സ് പഠിച്ചു തീർക്കുക. ഈസി ആയിട്ടുള്ള ചാപ്റ്റർ നമുക്കറിയാം, ജസ്റ്റ് ഒന്ന് വായിച്ച് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മ വരും. പക്ഷേ ടഫ് അങ്ങനെയല്ല, നമ്മൾ തീരെ പഠിക്കാത്ത ചാപ്റ്റേഴ്സിനായിരിക്കും നമ്മൾ ടഫ് എന്ന് പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത് തീർച്ചയായിട്ടും. അപ്പോൾ ടഫ് എന്ന് പറയുന്ന ചാപ്റ്റേഴ്സാണ് ആദ്യം ഞാൻ പഠിക്കുന്നത്. കാരണം ടഫ് എന്ന് പറയുന്ന ചാപ്റ്റേഴ്സ് നമ്മൾ ഒരിക്കലും നോക്കാത്തതോ അല്ലെങ്കിൽ മനസ്സിലാകാത്തതോ തൊട്ട് നോക്കാത്തതോ ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആയിരിക്കും ടഫ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇടുന്നത് എന്തായാലും. അല്ലെങ്കിൽ ആ തിയറി തീരെ മനസ്സിലാത്ത ചാപ്റ്റർ ആയിരിക്കും. അപ്പോൾ ആദ്യം ടഫ് ക്ലിയർ ചെയ്യുക. ചിലരുണ്ട് ആദ്യം നമ്മൾ ഈസി ഇങ്ങനെ ക്ലിയർ ചെയ്ത് ലാസ്റ്റത്തേക്ക് ടഫ് വെക്കും. പക്ഷേ അവസാനം സമയം കിട്ടത്തില്ല. നാളെ ഇനി ഒരു ദിവസം കൂടെ അല്ലേ ഉള്ളൂ. അപ്പം അത് ആദ്യം തുടക്കത്തിൽ ടഫായിട്ടുള്ളത് നോക്കുക, ഈസി ആയിട്ടുള്ളത് നമ്മൾ വായിച്ചു വിട്ടാൽ മതി. വായിച്ചു വിട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ബയോളജിയുടെ കേസ് ഈസി ആകുമ്പോൾ. അതുപോലെ മീഡിയം ആണെങ്കിലും നമ്മൾ ചെറുതായിട്ടൊന്ന് ശ്രദ്ധ കൊടുക്കണം. ടഫിൻ്റെ ആദ്യം ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ട് മീഡിയം. ചിലപ്പോൾ നിങ്ങൾ പകുതി ടഫിൻ്റെ പഠിച്ച് വന്നു കഴിയുമ്പോൾ, പുതിയതായിട്ട് പഠിക്കുന്ന കാര്യമല്ലേ, പഠിച്ച് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ടയേർഡാകും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഇൻട്രസ്റ്റ് പോവുകയാണെങ്കിൽ ആ സമയത്ത് ഈസി ആയിട്ടുള്ളതിൻ്റെ ഒരെണ്ണം എടുത്ത് വായിക്കാം, അല്ലെങ്കിൽ ഈസി ആയിട്ടുള്ളത് ജസ്റ്റ് റിവൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ അറിയാമെന്ന് ഒന്നുകൂടെ തോന്നും. അപ്പോൾ പിന്നെ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പം വീണ്ടും ആ പഴയ ടഫിലേക്ക് വരും. അപ്പോൾ അങ്ങനെ ബോറടിക്കാതെ പോകാം. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഈ കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് പഠിക്കുക എന്ന് പറയുന്നത് പറ്റുന്ന കാര്യമില്ല. അങ്ങനെ തലേന്നിരുന്ന് പഠിക്കുമ്പോഴാണ് നമുക്കൊന്നും ഈ എക്സാം ഹോളിൽ ചെല്ലുമ്പോൾ ഓർമ്മ വരാത്തത്. അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് പഠിക്കാതെ ഈ 1 മണിക്കൂർ പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 3/4 മണിക്കൂർ പഠിച്ചു കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റ് ബ്രേക്ക് എടുക്കണം. ആ സമയത്ത് ഫോൺ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പഠിക്കത്തില്ല. അതുകൊണ്ട് അങ്ങനെ ചെറിയ ബ്രേക്കൊക്കെ എടുത്ത് പഠിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഫിസിക്സിൻ്റെ കാര്യം +1-നോടാണ്. ഫിസിക്സിൻ്റെ കാര്യമാണെങ്കിൽ എനിക്ക് തോന്നുന്നു തെർമോഡൈനാമിക്സ് വരെ ആയിരിക്കും പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്തിൽ തെർമോഡൈനാമിക്സിലൊന്നും എനിക്ക് ഓർമ്മയില്ല. ഫ്ലൂയിഡ്സിനകത്തിൽ ബെർണോളിസ് പ്രിൻസിപ്പിൾ പോലത്തെ ഒരുപാട് ഡെറിവേഷൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ എഴുതി പഠിക്കണം. ഡെറിവേഷൻസ് ഒന്നും എഴുതി പഠിക്കാതെ വായിച്ച് പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഓർമ്മ വരത്തില്ല. അവിടെ ചെന്നിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും എനിക്കറിയാം, ഒന്ന് നോക്കി എനിക്കറിയാം, ഞാൻ ഓർക്കും എന്ന് വിചാരിക്കും. പക്ഷേ അറൗണ്ട് ഒരു 50 ഡെറിവേഷൻ മിനിമം ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഇത്രയും ഡെറിവേഷൻ ഒന്ന് ഓർത്ത് വെക്കാൻ, ഒറ്റ നോട്ടത്തിൽ ഓർത്ത് വെക്കാൻ എന്നെക്കൊണ്ടാണെങ്കിൽ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ആ സ്റ്റാർട്ടിങ് എങ്കിലും കിട്ടണ്ടേ. ചിലപ്പം നമ്മൾ ഇത്രയും നോക്കി അങ്ങോട്ട് ചെന്ന് കഴിയുമ്പം ഈ തുടക്കത്തിലുള്ള ഒരു വരി മറന്നുപോയാൽ താഴോട്ടുള്ള എല്ലാം മറന്നു. അതുകൊണ്ടാണ് കാണാതെ പഠിച്ചു വെക്കുന്നത്, അല്ലെങ്കിൽ നോക്കി പഠിച്ചു വെക്കുന്നതല്ല, എഴുതി പഠിച്ചു വെക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വട്ടമെങ്കിലും ഡെറിവേഷൻ എഴുതാൻ സമയമുണ്ടെങ്കിൽ എഴുതി നോക്കിയിട്ട് വേണം പോകാൻ. യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻസ് അത്ര പാടൊന്നുമില്ല. അതിൽ നിന്ന് ഒരുപാടൊന്നും ചോദിക്കാൻ സാധ്യതയില്ല. എനിക്ക് തോന്നുന്നു മറ്റൊരു പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജെനിറ്റി ചോദിക്കുമായിരിക്കും ചിലപ്പോൾ. അത് ഓണം എക്സാമിനാണോ ക്രിസ്മസ് എക്സാമിനാണോ സാധാരണ ചോദിക്കുന്നത് എനിക്കറിയത്തില്ല. ആ ചാപ്റ്ററിൽ നിന്ന് കൂടിപ്പോയാൽ അത് ചോദിക്കും. അതിൻ്റെ എന്തോ കണ്ടീഷനോ അങ്ങനെ എന്തോ ഉണ്ടല്ലോ, അപ്പോൾ അത് ചോദിക്കും. പിന്നെ അതുപോലെ എന്തിൻ്റെയെങ്കിലും ഡയമെൻഷണൽ ഫോമുല എഴുതാൻ ചോദിക്കുക. അല്ലാതെ ആ ചാപ്റ്ററിൽ നിന്ന് ഒരുപാട് അങ്ങനെയൊന്നും വരുമെന്ന് തോന്നുന്നില്ല. പിന്നെ ലോസ് ഓഫ് മോഷനിൽ നിന്ന് എനിക്ക് ഓർമ്മയുള്ള ചാപ്റ്റേഴ്സ് ഞാൻ പറയാം. ലോസ് ഓഫ് മോഷനിൽ നിന്ന് ആ ഒരു ഡെറിവേഷൻ ഉണ്ടല്ലോ, ആ ഒരു സ്ലോപ്പുള്ള റോഡോ അങ്ങനെ എന്തോ ഒരു ഡെറിവേഷനൊക്കെ ഉണ്ട്. പിന്നെ അതുപോലത്തെ ഡെറിവേഷൻസൊക്കെ നോക്കി വെക്കണം. പിന്നെ വർക്ക് എനർജിക്കകത്തിലും ഒരുപാട് ഡെറിവേഷൻ ഉണ്ട്, അപ്പോൾ അതൊക്കെ നോക്കണം. അത് പൊട്ടൻഷ്യൽ എനർജിയുടെ ഒക്കെ ഡെറിവേഷൻ വരും. ഗ്രാവിറ്റേഷനിലാണെങ്കിലും 3 ഡെറിവേഷൻ ഉണ്ട്. സർഫസിലും അതുപോലെ ഇൻസൈഡോ അങ്ങനെ എന്തൊക്കെയോ ഒരു ഡെപ്തിലുള്ള എർത്തിൻ്റെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയോ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ 3 എണ്ണമല്ലേ, സർഫസിലുള്ളത്, ഒരു ഡെപ്തിലുള്ളത്, ഒരു ഹൈറ്റിലുള്ളത്. അപ്പോൾ അതൊക്കെ നോക്കണം. അതൊക്കെ വരുന്ന ടൈപ്പ് ഡെറിവേഷനാണ്. ഞാൻ ഡെറിവേഷൻ്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. തിയറിയൊക്കെ നിങ്ങൾ നോക്കിക്കോ. അല്ലാതെ
പിന്നെ ഉള്ളത് ഫ്ലൂയിഡ്സ് ഞാൻ പറഞ്ഞു. മറ്റേ സോളിഡ്സിനകത്തിൽ ഡെറിവേഷൻ ഒന്നും ഇല്ലല്ലോ ഒരുപാട്. യങ്സിൻ്റെ എന്തോ ഒരു സംഭവമുണ്ട്, അതെന്തോ തിയറിയാണ്. അപ്പം അങ്ങനെ കുറച്ച് റേഷ്യോസ് ഒക്കെ ഇല്ലേ, അപ്പോൾ ആ റേഷ്യോസ് ഒക്കെ നോക്കണം, അതിൻ്റെ ഡെഫിനിഷൻ. അതെന്തോന്ന് എനിക്കിപ്പോൾ കറക്റ്റായിട്ട് ഓർമ്മ കിട്ടുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഫിസിക്സിൻ്റെ കാര്യം. ഫിസിക്സിൻ്റെ കാര്യം തലേന്ന് മൊത്തം പഠിക്കാതിരുന്നാൽ പറ്റത്തില്ല, ഇന്ന് രാത്രി തൊട്ടെങ്കിലും തുടങ്ങണം. ഇപ്പം എക്സാമിനറിൻ്റെ സൈലത്തിൻ്റെ എജിപോട്ടിൻ്റെ ഒക്കെ ലൈവ് ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ കണ്ടിട്ടാണെങ്കിലും തുടങ്ങണം. പിന്നെ +2ൻ്റെ കാര്യം പറയാം. +2കാർക്ക് ബയോളജി നമ്മളിപ്പം 11 ചാപ്റ്റർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അതിനകത്ത് ഇത്രയൊക്കെയാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞു. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആദ്യം ഞാൻ ചെയ്യുന്നത് ഈ ടഫസ്റ്റ് ചാപ്റ്റേഴ്സ് നോക്കും. എനിക്ക് തോന്നുന്നു ഞാൻ വിചാരിക്കുന്ന ഓർഡർ ഒരു മോളിക്കുലർ ബേസിസ് വെച്ച് തുടങ്ങണം. പിന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് അത്ര പാടല്ല, എന്നാലും ഞാൻ മറന്നുപോയി മുക്കാലും, അതുകൊണ്ടാണ് ടഫിനകത്ത് തന്നെ ഇട്ടേക്കുന്നത്. പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് നോക്കണം. പിന്നെ ഈ 2 ചാപ്റ്ററും ആ 2 ചാപ്റ്ററും നോക്കണം. പിന്നെ ഏതെങ്കിലും ഒരു മീഡിയം ലെവൽ ചാപ്റ്റർ നോക്കണം. നാളെ ഞാൻ ഈസി മാത്രമേ നോക്കുന്നുള്ളൂ, കാരണം തലേന്ന് ഇരുന്ന് പുതിയതായിട്ട് പഠിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ നിൽക്കണമെന്നൊന്നുമില്ല. പിന്നെ ഞാൻ വിചാരിക്കുന്നത് നാളെ ഫുള്ള് PYQ ചെയ്യണമെന്ന്. PYQ ചെയ്യേണ്ടതിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഫിസിക്സിൻ്റെ ആണെങ്കിലും കെമിസ്ട്രിയുടെ ആണെങ്കിലും മാത്സിൻ്റെ ആണെങ്കിലും ഒരുപാട് PYQ ഒന്നും ഇല്ല. അതിൽ ഒരുപാട് നമുക്കിപ്പം ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു കൂടുതൽ. പക്ഷേ ഇവിടെ വരുമ്പോൾ നമുക്ക് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഒന്നും ബയോളജിയിൽ അങ്ങനെ ഇല്ല. അതുകൊണ്ട് തന്നെ PYQ കൂടുതൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് ആ സാധ്യത തള്ളിക്കളയാൻ പറ്റത്തില്ലല്ലോ. ചോദിക്കാതിരുന്നേക്കാം. ടെക്സ്റ്റ് വായിക്കുക എന്നുള്ളതാണ് മെയിൻ കാര്യം. ടെക്സ്റ്റ് ബയോളജി ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോയിലെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ബയോളജി ടെക്സ്റ്റ് വായിച്ചല്ലാതെ പഠിക്കാൻ പറ്റത്തില്ല. കാരണം അതിൽ മുക്കിന്ന് മുലിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും. പിന്നെ നമ്മൾ ഈ സയൻറ്റിസ്റ്റുകളുടെ പേരൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പഠിച്ചു വെച്ചേക്കണം. ഞാനിപ്പം ഒരു എക്സാമ്പിൾ പറയാം. മോളിക്കുലർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസിനകത്ത് ഒരുപാട് സയൻറ്റിസ്റ്റുകളെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ആ സയൻറ്റിസ്റ്റുകളുടെ ഒക്കെ ഡബിൾ ഹെലിക്സ് പ്രപ്പോസ് ചെയ്ത ആരാണ് എന്നൊക്കെയുള്ള ചോദിക്കുന്നുണ്ട്. അപ്പം പറയുന്നുണ്ട്. അതൊക്കെ നോക്കി വെക്കണം. പിന്നെ അതുപോലെ ഈ ന്യൂക്ലിയൻ എന്നുള്ള നെയിം ആരാണ് കൊടുത്തത്, ചിലപ്പോൾ അതൊക്കെ പഠിച്ചു വെക്കണം. പിന്നെ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരുപാട് സാലിയൻ ഫീച്ചേഴ്സ് പറയുന്നുണ്ട്. ഡബിൾ ഹെലിക്സ് DNA സാലിയൻ ഫീച്ചേഴ്സ് ഉണ്ട്. അതുപോലെ RNAയും DNAയും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടല്ലോ. എന്തുകൊണ്ടാണ് DNA RNAയെക്കാട്ടിൽ മുകളിൽ ജനറ്റിക് മെറ്റീരിയലായിട്ട് RNAയെക്കാട്ടിൽ കൂടുതൽ DNA പ്രിഫർ ചെയ്യുന്നു എന്നുള്ളത്. അത് പിന്നെ അതുപോലെ ഇവിടെ വേറെ എന്തോ ഒരു സാലിയൻ ഫീച്ചർ കൂടെ പറയുന്നുണ്ട്, എനിക്ക് തോന്നുന്നത് ഇവിടെ ജനറ്റിക് കോഡിൻ്റെ ഫീച്ചർ പറയുന്നുണ്ട്, അത് നോക്കണം. പിന്നെ അതുപോലെ ലാക്കോപ്പറോണിൻ്റെ ഒക്കെ പഠിക്കണം. ഗോൾസ് ഓഫ് HGB അത് സ്ഥിരം ചോദിക്കുന്നതെന്ന് തോന്നുന്നു, അപ്പോൾ അത് നോക്കി വെക്കണം. അതുപോലെ കുറച്ച് സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ ജീനോം, ഇത് ഇത്രയും ആണ് ഫീച്ചേഴ്സിൻ്റെ ആയിട്ട് കൂടുതൽ പറയുന്നത്. അപ്പോൾ അതൊക്കെ വല്ല കോഡോ എന്തെങ്കിലും വെച്ച് നമുക്കിപ്പോൾ ഇത്രയും ഫീച്ചർ ഈ പല ചാപ്റ്ററിലെ 11 ചാപ്റ്ററിൽ നിന്ന് ഇതുപോലെ സാലിയൻ ഫീച്ചേഴ്സിൻ്റെ കാര്യം തിയറിയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ഇത്രയും നമുക്ക് കാണാൻ പഠിച്ചു വെക്കാൻ ചിലപ്പോൾ എല്ലാവർക്കും പറ്റത്തില്ല. അതുകൊണ്ട് മറ്റേ കോഡുകളൊക്കെ ഉപയോഗിക്കുക. അപ്പോൾ നമുക്കിപ്പം ഇതിനകത്തിൽ സ്റ്റാർട്ടിംഗ് ഉള്ള വാക്കുകളെല്ലാം കൂടെ ജോയിൻ ചെയ്ത് വേണം, സ്റ്റാർട്ടിംഗ് ഉള്ള ലെറ്റേഴ്സ് എല്ലാം കൂടെ ജോയിൻ ചെയ്ത് ഒരു വാക്കാക്കാം. നമ്മളിതൊക്കെ കാണാതെ പഠിച്ചു വെച്ചിട്ടാണല്ലോ പോകുന്നത്. എൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ആ സ്റ്റാർട്ടിംഗ് വാക്ക് കിട്ടിയാൽ ഞാൻ ബാക്കി ഫുൾ എഴുതും, പക്ഷേ ചിലപ്പോൾ ആ സ്റ്റാർട്ടിംഗ് അങ്ങ് മറന്നു പോകും. അപ്പോൾ ആ സ്റ്റാർട്ടിംഗ് വാക്ക് കിട്ടാനായിട്ട് നിങ്ങൾ എന്തെങ്കിലും പാട്ട് പോലെയോ അല്ലെങ്കിൽ ഒരു വാക്ക് പോലെ IDSITA അങ്ങനെ അത് 6 ചേർത്തൊരു വാക്കങ്ങാണമായിട്ട് ഒരു കോഡ് പോലെ എങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ നമ്മൾ അത് ഓർക്കുവാണെങ്കിൽ ബാക്കി പഠിച്ചിട്ടുള്ള ഒരാൾക്ക് സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രോബ്ലം ഉള്ള ഒരാൾക്കാണെങ്കിൽ അത് പെട്ടെന്ന് കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില കോഡ്സ്. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ വട്ടം ടാക്സോണമിക് ഹൈറാർക്കിയാന്ന് തോന്നുന്നു, നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ ലിവിങ് വേൾഡിനകത്തിൽ അർച്ചന മിസ് ഒരു കോഡ് പറഞ്ഞു തന്നിട്ടില്ലേ, കീപ് പോട്ട് ക്ലീനർ ഫാമിലി ഗെറ്റ് സിക്ക്. അതുകൊണ്ട് നമ്മൾ കുറച്ച് കോഡൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ മറക്കാതെ ഓർത്തിരിക്കും. പിന്നെ ലാക്കോപ്പറോണിൻ്റെ പഠിക്കണം. ലാക്കോപ്പറോണിൻ്റെ സ്വിച്ച് ഓൺ കണ്ടീഷൻ, സ്വിച്ച് ഓഫ് കണ്ടീഷൻ, അതായത് ഇൻഡ്യൂസർ ഉള്ളപ്പോൾ ഇൻഡ്യൂസർ ഇല്ലാത്തപ്പോൾ ആ 2 കണ്ടീഷനൊക്കെ നോക്കി വെക്കണം. പിന്നെ എന്തുകൊണ്ടാണ് ലാക്കോപ്പറോണിനെ നെഗറ്റീവ് റെഗുലേഷൻ എന്ന് വിളിക്കുന്നത്, അതൊക്കെ ഈസ് റെഫർ ടു ആസ് നെഗറ്റീവ് റെഗുലേഷൻ എന്ന് പറയുന്നുണ്ട്. ഇൻഡ്യൂസർ എന്ന് പറയുന്നത് മറ്റേ ലാക്ടോസ് ആണല്ലോ. പോസിറ്റീവ് റെഗുലേഷൻ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ചില ടേംസ് ഒക്കെ പറയുന്നുണ്ട്. അതിൻ്റെ റീസണൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ അറിയണം. അപ്പം പിന്നെ ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ, ഇതുപോലെ ടെയിലിംഗ്, സ്പ്ലൈസിങ്, ക്യാപ്പിംഗ്, അത് 3 നോക്കണം. അതുപോലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളുണ്ട്, അതെല്ലാം നോക്കണം. ഈ ഒരു പടം ഉണ്ടല്ലോ, അത് ഞാൻ PYQലൊക്കെ കണ്ടതായിട്ടാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അതൊക്കെ നോക്കി വെക്കണം. PYQ നോക്കണം, ജസ്റ്റ് നോക്കുന്നതുകൊണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് അതെല്ലാം നോക്കി വെക്കണം. പിന്നെ ഇതിനകത്തിൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസിനകത്തിൽ ഇഷ്ടംപോലെ ഉണ്ട് പഠിക്കാൻ. ഗ്രിഗർ മെൻഡലിൻ്റെ കാര്യം, ഗ്രിഗർ മെൻഡലാണ് ഈ മെൻഡൽസ് ലോ ഓഫ് ഇൻഹെറിറ്റൻസും അതുപോലെ നമ്മുടെ
ഫാദർ ഓഫ് ജെനറ്റിക്സോ അതൊക്കെ പുള്ളിയാണ്. അപ്പോൾ അതൊക്കെ അതുപോലെ ആരൊക്കെയാണ് കണ്ടുപിടിച്ചതെന്നൊക്കെ നോക്കി വെക്കണം ഓരോ സംഭവങ്ങൾ. പിന്നെ ഇത് ഈ പുനസ്ക്വയറോ അങ്ങനെ ഉണ്ടോ അതിന് പറയുന്നത്, അപ്പോൾ അത് നോക്കി വെക്കണം. പിന്നെ ഹെട്രോസൈഗസ്, ഹോമോസൈഗസ്, മോണോഹൈബ്രിഡ് ക്രോസിൻ്റെയൊക്കെ റേഷ്യോകളുണ്ടല്ലോ, ടെസ്റ്റ് ക്രോസിലെ റേഷ്യോ അതൊക്കെ നോക്കണം. റേഷ്യോകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. പിന്നെ ലോ ഓഫ് ഡോമിനൻസ്, ലോ ഓഫ് സെഗ്രിഗേഷൻ, പിന്നെ അതുപോലെ കോഡോമിനൻസിൻ്റെ ഇൻകംപ്ലീറ്റ് ഡോമിനൻസിൻ്റെയും ഒക്കെ നോക്കി വെക്കണം. അതിൻ്റെ എക്സാമ്പിൾസ് ഉണ്ട്, അതെല്ലാം നോക്കണം. പിന്നെ മോണോഹൈബ്രിഡിലെയും ഡൈഹൈബ്രിഡിലെയും ഫീനോടൈപ്പിൻ്റെയും ജീനോടൈപ്പിൻ്റെയും ഒക്കെ റേഷ്യോ നോക്കണം. ഇതിലെ ഡൈഹൈബ്രിഡിലെ ജീനോട്ടിപ്പിക് റേഷ്യോ ചോദിക്കത്തില്ലായിരിക്കും, കാരണം അതൊരു വലിയ നമ്പറാണ്. പിന്നെ അതിലെ ടെസ്റ്റ് ക്രോസ് റേഷ്യോയും കൂടെ നോക്കണം. പിന്നെ ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ്, സട്ടൻ ആൻഡ് ബോറിയുടെ ഒക്കെ ഉണ്ട്, അതൊക്കെ നോക്കണം. ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ്, അതൊന്നും കൃത്യമായിട്ട് ഇതിനകത്ത് കൊടുത്തിട്ടില്ല, പക്ഷേ ഗൈഡുകളൊക്കെ നോക്കുവാണെങ്കിൽ എല്ലാ എക്സാമിനറിലും സൈലത്തിലും എജിപ്പോട്ടിലും ഒക്കെ അത് കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു, അപ്പോൾ അതൊക്കെ നോക്കണം. പിന്നെ ലിങ്കേജ് ആൻഡ് റീകോമ്പിനേഷൻ, അതിൻ്റെ ഒരു ഇതൊക്കെ തിയറിയൊക്കെ നോക്കി വെക്കണം. ഇതിൽ പ്ലിയോട്രോപ്പി ചോദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, അത് നോക്കണം. പിന്നെ സെക്സ് ഡിറ്റർമിനേഷൻ ഹണി ബീയിലെ ഹ്യൂമനിലെ 3 ടൈപ്പ് ഉണ്ടല്ലോ, XX, XY, പിന്നെ XX, X0, പിന്നെ ZZ, ZW, അത് അത്രയും ആ 3 നോക്കണം. സെക്സ് ഡിറ്റർമിനേഷൻ ഇൻ ഹണി ബീ നോക്കണം. പിന്നെ ഹ്യൂമനിൽ അങ്ങനെ വലിയ കാര്യമായിട്ട് പഠിക്കാനില്ല, നമ്മളത് റീപ്രൊഡക്ഷനിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. പിന്നെ മ്യൂട്ടേഷൻ പിന്നെ അതിൽ പെഡിഗ്രി അനാലിസിസിൻ്റെ ഈ 2 തന്നിട്ട് PYQസിലല്ല, ഈ 2 തന്നിട്ട് ഇത് ഏത് ഡിസോർഡറാണെന്ന് എഴുതാനുണ്ട്. അതിവിടെ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്, മയോട്ടോണിക് ഡിസ്ട്രോഫി, ഇത് സിക്കിൾ സെൽ അനീമിയയുടെ. അപ്പം അത് ഏത് ടൈപ്പാന്ന് ചോദിക്കണം, ഓട്ടോസോം ലിങ്ക്ഡ് ഡോമിനൻ്റ്, ഇത് ഓട്ടോസോം ലിങ്ക്ഡ് റെസസീവ്, അപ്പോൾ അങ്ങനെയൊക്കെയുള്ളത് ചോദിക്കും. പിന്നെ നമുക്കിപ്പം ഈ അസുഖങ്ങളെല്ലാം കൂടെ ബോക്സിലാക്കി തന്നിട്ട് അത് ക്ലാസിഫൈ ചെയ്ത് അതിനൊരു ഹെഡിങ് എഴുതി കൊടുക്കാനൊക്കെ ഉള്ള ചോദ്യങ്ങൾ ഞങ്ങൾക്ക് യൂണിറ്റ് ടെസ്റ്റിന് വന്നായിരുന്നു. ഓണം എക്സാമിന് ഇട്ടപ്പോഴാണ് തോന്നുന്നു, യൂണിറ്റ് ടെസ്റ്റില്ല, ഓണം എക്സാമിന് ഇട്ടപ്പം. പിന്നെ മ്യൂട്ടേഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അത് നോക്കണം. 2 ടൈപ്പ് മ്യൂട്ടേഷൻ അത് ചോദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ മെൻ്റലിയൻ ഡിസോർഡേഴ്സും മറ്റേ ക്രോമസോമൽ ഡിസോർഡേഴ്സും അതത്ര നോക്കണം. അത് എളുപ്പമാണ്. ക്രോമസോമൽ ഡിസോർഡേഴ്സാണ് തോന്നുന്നു കൂടുതൽ ചോദിക്കുന്നത്, അപ്പോൾ അത് അത്രയും നോക്കണം. ഇത്രയൊക്കെയാണ് പാടായിട്ടുള്ള ചാപ്റ്ററിലുള്ളത്. പിന്നെ ബയോടെക്നോളജിക്കകത്തിലെ എനിക്ക് കുറച്ച് പാടാണ്. അപ്പോൾ ബയോടെക്നോളജി ഞാൻ PYQ എന്തായാലും നോക്കും. ബയോടെക്നോളജി ഇതിൽ ജനറ്റിക് എഞ്ചിനീയറിംഗ്, ബയോ പ്രോസസ് എഞ്ചിനീയറിംഗ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ റെസ്ട്രിക്ഷൻ എൻസൈമിലെ ഫസ്റ്റ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഏതാണ് അത് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇതിലെ പാലിയൻഡോമിക്സ് സീക്വൻസ് എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക് ഉണ്ടല്ലോ, അത് ചോദിച്ചിട്ടുണ്ട്, എന്താണ് സംഭവം എന്ന്. പാലിയൻഡ്രോം സീക്വൻസ് എന്ന് പറയുന്നത് എന്തുവാണെന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ റെസ്ട്രിക്ഷൻ ന്യൂക്ലിയസസ് എത്ര ടൈപ്പ് ഉണ്ട്, 2 ടൈപ്പ് ഉണ്ട്, അത് ഏതൊക്കെയാണ് അതിൻ്റെ ഡെഫിനേഷൻ നമ്മൾ എഴുതണം. എൻഡോന്യൂക്ലിയസ്, എക്സോന്യൂക്ലിയസിലെ അത്. പിന്നെ സ്റ്റാൻലി കോഹൻ, ഹെർബർട്ട് ബോയർ, അവരുടെ 2 പേരൊക്കെ ഓർത്ത് വെച്ചേക്കണം, അവരെന്തുവാ ചെയ്തതെന്ന്. പിന്നെ ഒരു ഓർഗാനിസത്തിനെ ജനറ്റിക്കലി മോഡിഫൈ ചെയ്യുമ്പം 3 ബേസിക് സ്റ്റെപ്സ് ഉണ്ട്, അത് ഏതൊക്കെയാണെന്ന് നോക്കണം. പിന്നെ ഈ ഓരോ എൻസൈംസ് ഉണ്ടല്ലോ, ലിഗേസ്, റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്, അതിൻ്റെയൊക്കെ യൂസുകൾ ഉണ്ടല്ലോ. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് നമ്മളിപ്പോൾ കട്ട് ചെയ്യാൻ, അതുപോലെ ലിഗേസ് ആണെങ്കിൽ ഒട്ടിക്കാൻ, അങ്ങനെയുള്ള ചില ഇതൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ നോക്കണം. ടൂൾസ് ഫോർ റീകോമ്പിനൻ്റ് DNA ടെക്നോളജി, അപ്പോൾ ആ ടൂൾസ് എല്ലാം നോക്കി വെക്കണം. ഇതിനകത്തിൽ പിന്നെ ക്ലോണിങ് വെക്ടേഴ്സിൻ്റെ ഫീച്ചേഴ്സ് അത് നോക്കി വെക്കണം. 3 ഫീച്ചേഴ്സ് ഉണ്ടല്ലോ, ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ, സെലക്ടബിൾ മാർക്ക്, ക്ലോണിങ് സൈറ്റ്, ഇത് 3. പിന്നെ PBR 322ൻ്റെ ഈ ഒരു പടം മിക്കവാറും ചോദിച്ചിട്ടുണ്ട്. ഇതിൻ്റെ സൈറ്റുകളൊക്കെ മാർക്ക് ചെയ്യാനൂടെ പഠിച്ചു വെക്കണം. ഇതിന് 8 ക്ലോണിങ് സൈറ്റാണ് ടോട്ടൽ ഉള്ളത്. പിന്നെ ഇതുപോലെ ഇതിനകത്തിൽ ഈ പ്രോസസ് ഓഫ് റീകോമ്പിനൻ്റ് DNA ടെക്നോളജിയിൽ ജെൽ ഇലക്ട്രോപോറസിസ് ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ അത് പഠിക്കണം. അതപ്പുറത്താന്ന് തോന്നുന്നു അത്. പിന്നെ ബയോറിയാക്ടേഴ്സ് നോക്കണം. ഇങ്ങനെ ഒരുപാട് ടോപ്പിക്സ് ഉണ്ട് ഇതിനകത്ത് തന്നെ. ഡൗൺ സ്ട്രീം പ്രോസസ്സിങ് അതൊക്കെ നോക്കണം. നമ്മളിപ്പോൾ ബയോറിയാക്ടർ ആണെങ്കിൽ പ്രാക്ടിക്കൽസിനും ഉണ്ടല്ലോ, ഉണ്ട്, ക്ലോണിങ് വെക്ടറും ഉണ്ട് പ്രാക്ടിക്കൽസിന്. അപ്പോൾ ഇത് ഇപ്പോൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അതിനും ഉപകാരപ്പെടും. നമുക്കിപ്പോൾ ജനുവരി ആകുമ്പോൾ പ്രാക്ടിക്കലും വരുമല്ലോ. പിന്നെ ഇതിലാണെങ്കിലും ആപ്ലിക്കേഷനിലാണെങ്കിലും ഇഷ്ടംപോലെ ഉണ്ട്, അപ്പോൾ അതും നോക്കി വെക്കണം. ഇതിനകത്ത് ട്രാൻസ്ജെനിക് ആനിമൽസ്, DNA തെറാപ്പി, പിന്നെ ഇത് കണ്ടോ ഈ ഇൻസുലിൻ്റെ ആ ഒരു ഫോർമേഷൻ, ജനറ്റിക്കലി എഞ്ചിനീയർഡ് ഇൻസുലിൻ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നൊക്കെ ഉള്ളത് നോക്കണം. പിന്നെ എലീസ എന്ന് പറയുന്ന ഈ ഒരു എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബൻ്റ് അസേ, അതുപോലെ ഇങ്ങനെ ചെറിയ ഷോർട്ട് ഫോംസ് ഉണ്ട്, അതിൻ്റെയൊക്കെ എക്സ്പാൻഡഡ് ആയിട്ടുള്ള ഫോം എഴുതണം, അത് അറിയണം. PCR, പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ, അതുപോലെയൊക്കെ. അത് സുവോളജിയിലും ഉണ്ട്, ബോട്ടണിയിലും ഉണ്ട്, അതെല്ലാം നോക്കി വെക്കണം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ബയോളജിയുടെ കാര്യം പറയാനുള്ളത്.
അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സജഷൻസ് ഒക്കെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.